പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതികൾക്ക് പരോൾ. LDF സർക്കാർ അധികാരമൊഴിയും മുമ്പാണ് തിരക്കിട്ട് പരോൾ അനുവദിച്ചത്. 1-ാം പ്രതി പീതാംബരൻ, 4-ാം പ്രതി അനിൽ, 5-ാം പ്രതി ഗിജിൻ, 7-ാം പ്രതി അശ്വിൻ, 15-ാം പ്രതി വിഷ്ണു സുര എന്നിവർക്കാണ് പരോൾ അനുവദിച്ചത്. 20 ദിവസത്തേക്ക് പരോൾ ലഭിച്ച ഇവരെല്ലാം ജില്ലയിൽ കഴിഞ്ഞ ദിവസം എത്തുകയും ചെയ്തു. KB ബൈജു ചേരുന്നുണ്ട്. ബൈജു, ഇടതുമന്ത്രിസഭയുടെ സർക്കാർ കാലാവധി വരുന്നതിന് മുമ്പുള്ള അവസാന തീരുമാനമായിട്ടാണ് ഇതുണ്ടായത്. ഇതിലെന്ത് ചട്ടലംഘനമാണ് നടന്നിട്ടുള്ളത് ബൈജു? സൈത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ LDF സർക്കാർ അധികാരമൊഴിയും മുൻപ്, അതായത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപാണ് ഇതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായത്. ഈ കേസിൽ 1-ാം പ്രതിയായ പീതാംബരൻ ഇത് 3-ാം തവണയാണ് LDF സർക്കാർ അധികാരത്തിലേറി ഉള്ള സമയത്ത് ഈ ഒരു പ്രതിക്ക് പരോൾ ലഭിക്കുന്നതെന്നും മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. ഇതോടൊപ്പം 4-ാം പ്രതി അനിൽ, 5-ാം പ്രതി ഗിജിൻ, 6-ാം പ്രതി അശ്വിൻ, 15-ാം പ്രതി വിഷ്ണു സുര എന്നിവർക്കാണ് പരോൾ അനുവദിച്ചത്. ഇതിൽ വിഷ്ണു സുരയ്ക്കും പീതാംബരനും ഇത് 3-ാം തവണയാണ് ഇത്തരത്തിൽ പരോൾ ലഭിക്കുന്നതെന്നും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഏതായാലും ഇതിൽ പോലീസിന്റെ പ്രത്യേക നിർദ്ദേശമുണ്ട്. അതായത് ഈ പ്രതികൾ കാസർഗോഡ്, പ്രത്യേകിച്ച് കല്യോട്ട് ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെത്തിയാൽ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുമെന്ന് ചൂണ്ടിക്കാട്ടി നേരത്തെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം മറികടന്നാണ് ഇത്തരത്തിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാക്കിയത് എന്ന് വേണം പറയാൻ. അത് തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. പ്രത്യേകിച്ച് UDF ഇപ്പോൾ അധികാരത്തിലേറിയ ഒരു സമയം കൂടിയാണ്. അങ്ങനെയുള്ള ഒരു സമയത്ത് ഈ പ്രതികൾ കൂട്ടത്തോടെ കല്യോട്ട് എത്തിയത് വലിയ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. ഈ സ്ഥലത്തിപ്പോൾ വലിയ പോലീസ് സന്നാഹമുണ്ട്. ഈ കഴിഞ്ഞ തവണയൊന്നും ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കരുതെന്ന് പറഞ്ഞ നിബന്ധനയോടെ കൂടിയാണ് ഇത്തരത്തിൽ പരോളെങ്കിൽ ഇത്തവണ ഇവർക്ക് വീട്ടിലേക്ക് വരാൻ കഴിയുന്ന രീതിയിലാണ് അനുകൂലമായാണ് ഈ ഒരു പരോൾ നേടിയത് എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതായാലും 5 പേരും ഇന്നലെ തന്നെ ജില്ലയിലെത്തി. ഇവർ കല്ലോട്ടും ഈ പരിസര പ്രദേശങ്ങളിലുമുള്ള ഇവരുടെ വീടുകളിൽ എത്തിയിട്ടുമുണ്ട്. വലിയ പ്രതിഷേധമാണ് ഇതിനെതിരെ ഉയരുന്നത്. മാത്രമല്ല പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവർക്ക് കണ്ണൂർ സെൻട്രൽ ജയിലിലാണ് ഇവരെല്ലാം 10 പ്രതികളുമുള്ളത്. ഇരട്ട ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ച 10 പേരും കണ്ണൂർ സെൻട്രൽ ജയിലിലാണുള്ളത്. ഇവരെ ഈ ജയിൽ മാറ്റണമെന്ന ആവശ്യം നേരത്തെ തന്നെ കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നു, ഈ കുടുംബം ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ അത്തരം നടപടികളിലേക്ക് കടക്കാൻ LDF സർക്കാർ തയ്യാറായില്ല എന്ന് മാത്രമല്ല പരോൾ വാരിക്കോരി പരോൾ അനുവദിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഏതായാലും ഇതിൽ വളരെ ഗൗരവമായി തന്നെ ഈ പുതിയ വന്ന UDF സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടുമെന്ന് തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. അതായത് ഇവരെ ജയിൽ മാറ്റുന്നത് ഉൾപ്പെടെ ഇവർക്ക് ഇനി പരോൾ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട കൃത്യമായ നടപടിക്രമങ്ങൾ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഏതായാലും പ്രതികൾ കൂട്ടത്തോടെ പുറത്തേക്ക് വരുന്ന സാഹചര്യം. ഇപ്പോൾ 5 പ്രതികൾ, അത് 1-ാം പ്രതി പീതാംബരൻ ഉൾപ്പെടെയുള്ള 5 പ്രതികളാണ് ഇപ്പോൾ പരോൾ നേടി പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും വലിയ പ്രതിഷേധം ഇതിനെതിരെ ഉയരുന്നുണ്ട്. LDF സർക്കാർ അധികാരമൊഴിയും മുമ്പ് ഏറ്റവും അവസാനമായാണ് ഇത്തരത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത്. ഇന്നലെയോടുകൂടിയാണ് ഇവർക്ക് പരോൾ അനുവദിക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്നാലും ഈ വിഷയം സജീവ ചർച്ചയായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ കാര്യത്തിൽ UDF സർക്കാർ എന്ത് നടപടി സ്വീകരിക്കുന്നു എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സൈത്ത്, കഴിഞ്ഞ സർക്കാരിൻ്റെ രാഷ്ട്രീയ തീരുമാനങ്ങളൊക്കെ പുനഃപരിശോധിക്കുമെന്നതാണ് പുതിയ സർക്കാരിൻ്റെ പ്രഖ്യാപനം. അങ്ങനെയെങ്കിൽ അതിലേതൊക്കെ എന്ന കാര്യം കൂടി ഉണ്ടാവുന്നുണ്ട്. പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതികൾക്ക് ചട്ടവിരുദ്ധമായ പരോൾ അനുവദിക്കൽ, നേരത്തെയും രാഷ്ട്രീയ കൊലപാതക കേസിലെ പ്രതികൾക്ക് പരോൾ അനുവദിക്കുന്നതൊക്കെ വിവാദമായിരുന്നു. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളൊക്കെ ഇങ്ങനെ പുറത്തിറങ്ങിയത് അന്ന് ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഈ വിഷയത്തിലും എന്ത് നീക്കമുണ്ടാവും, ജയിൽ മാറ്റമടക്കമുള്ള നീക്കങ്ങൾ പുതിയ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമോ എന്നതൊക്കെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതികൾക്കാണ് കഴിഞ്ഞ സർക്കാർ ഭരണമൊഴിയുന്നതിന് തൊട്ട് മുമ്പ് പരോൾ അനുവദിച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.